ഹായ്, ഞാൻ പ്രതാപൻ. ഈ വീഡിയോയിൽ നമ്മൾക്ക് എങ്ങനെ MS Excel എന്ന് പറയുന്ന പ്രോഗ്രാം ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ് MS Excel. എന്നാൽ വളരെ പവർഫുള്ളായിട്ടുള്ളത്, കമ്പ്യൂട്ടറിലെ ഏത് തരത്തിലുള്ള വിവരങ്ങളെയും അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് MS Excel എന്ന് പറയുന്ന പ്രോഗ്രാം. അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള കാൽക്കുലേഷനുകളൊക്കെ നമുക്ക് നടത്താൻ കഴിയും. അതേപോലെ തന്നെ ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ഡേറ്റകളെ നമുക്ക് കണ്ടെത്തുവാൻ സഹായിക്കുന്നു എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പല മേഖലകളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രോഗ്രാമാണ് മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അതിൽ ഡേറ്റ എൻട്രി ചെയ്യാം, അത് സ്റ്റോർ ചെയ്യാം. ഡേറ്റ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് ഡേറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന വിധത്തിൽ അത് വരിയും നിരയുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ വരിയും നിരയുമായിട്ട് വരുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്ന ചെറിയ അറകളെയാണ് സെല്ലുകളായിട്ട് അറിയപ്പെടുന്നത്. മൊത്തത്തിൽ നമ്മൾക്ക് MS Excelൽ റോകൾ വരുന്നത് 1,48,576 റോകളായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്ന സംഗതികൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോളംസ് ആയിട്ട് 16,384 കോളംസും ഒരു സിംഗിൾ പേജിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 256 പേജുകൾ നമ്മൾക്ക് MS Excelലിൻ്റെ ഒരു ഫയലിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇങ്ങനെ ക്രമീകരിക്കപ്പെടുന്ന 256 പേജുകൾ ഉൾക്കൊള്ളുന്ന ഒരു ഫയൽ സംവിധാനത്തിനെയാണ് MS Excelലിലെ ഒരു ബുക്കായിട്ട് MS Excel കൺസിഡർ ചെയ്യുന്നത്. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയാവും ഈ പറയുന്ന 256 ഷീറ്റുകളെയും നമ്മൾ ഉപയോഗിക്കേണ്ടത്. മറിച്ച് നോർമലി ഒരു ചെറിയ യൂസ് അല്ലെങ്കിൽ ഒരു ഓഫീസിലെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടുന്നത് ഒരു പേജ് അല്ലെ 2 പേജ് അല്ലെ 3 പേജ്, അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാം. നിലവിൽ നമ്മളൊരു MS Excelലിൻ്റെ ഫയൽ തുറക്കുമ്പോൾ 3 പേജുകളോട് കൂടിയ ഒരു ബുക്കായിരിക്കും നമുക്ക് ഓപ്പണാക്കി തരുന്നത്. ആ ഓരോ ബുക്കിലെയും ഓരോ പേജിലും, പേജുകളെ ഇവിടെ ഷീറ്റുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്നിങ്ങനെയാണ്. ഓരോ ഷീറ്റുകളിലും 1,48,576 റോകളായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നവയുണ്ട്. അതേപോലെ തന്നെ 16,386 കോളംസും ഉണ്ടാവാം. ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടെ ചെറിയ രൂപമാണ് സെല്ലുകളായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയ്ക്ക് പവർഫുള്ളായിട്ട് ഡേറ്റ എൻട്രി വളരെ വിശാലമായിട്ട് ചെയ്യാൻ കഴിയുന്നതും അതേപോലെ തന്നെ വിശാലമായ ഡേറ്റ സ്റ്റോർ ചെയ്യാനും കഴിവുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് MS Excel എന്ന് പറയുന്നത്. വരും വീഡിയോകളിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിശദീകരണം നിങ്ങൾക്ക് തരുന്നതാണ്. ദയവായി നിങ്ങൾ എൻ്റെ വീഡിയോ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾ കമൻ്റായിട്ട് എനിക്ക് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ളൊരു പ്രചോദനം ലഭ്യമാകുള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ MS Excelനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം.